ഒരിടവേളയ്ക്ക് ശേഷം തലസ്ഥാന നഗരിയെ വിറപ്പിക്കുകയാണ് ഗുണ്ടാ സംഘങ്ങൾ. തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ബാറിൽ ഗുണ്ടകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെ ഒളിസങ്കേതത്തിലെത്തി ഫോർട്ട് പോലീസ് അതിസാഹസികമായി അറസ്റ്റ് ചെയ്തുവെന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന വിവരം. കഴക്കൂട്ടത്തെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഈഞ്ചക്കലിലെ ബാറിൽ ഞായറാഴ്ചയായിരുന്നു ഏറ്റുമുട്ടൽ നടന്നത്. ഗുണ്ടാ തലവൻ ഓം പ്രകാശും എയർപോർട്ട് സാജൻ എന്നയാളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇവർ തമ്മിലുണ്ടായ വാക്കേറ്റത്തിന്റെ ബാക്കിയായിരുന്നു ബാറിലെ ഏറ്റുമുട്ടൽ. നഗരത്തിൽ സിറ്റി പോലീസിന്റെ പ്രത്യേക പരിശോധന നടന്ന ദിവസം തന്നെയായിരുന്നു ഏറ്റുമുട്ടൽ എന്നതും ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. സംഭവത്തിൽ ഫോർട്ട് പോലീസ് കേസെടുത്തിരുന്നു. സാജന്റെ മകൻ ഡാനി ഹോട്ടൽ നടത്തിയ DJ പാർട്ടി തടസ്സപ്പെടുത്തിയതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. പാർട്ടിക്കെത്തിയ ഓം പ്രകാശും സുഹൃത്തും അസഭ്യം പറഞ്ഞതോടെ ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയായിരുന്നു. ഇതറിഞ്ഞ് സാജനും സ്ഥലത്തെത്തിയതോടെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷം നിയന്ത്രിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തേക്കെത്തി. ഡാനി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. സുഹൃത്തുക്കളായിരുന്ന ഓം പ്രകാശും സാജനും വർഷങ്ങൾക്ക് മുൻപ് പിരിഞ്ഞു. പിന്നീട് ഇവർ തമ്മിൽ പലതവണ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിശാ ക്ലബ് അധികൃതരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. ഇതുവരെ സംഘർഷവുമായി ബന്ധപ്പെട്ട് 12ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തലസ്ഥാനത്ത് ഒരു വിഭാഗം ഗുണ്ടകളെ നയിക്കുന്ന എയർപോർട്ട് സാജന്റെ മകൻ ഡാനിയാണ് ഈ ബാറിൽ DJ പാർട്ടി സംഘടിപ്പിച്ചത്. ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന്റെ എതിർചേരിയിൽപ്പെട്ടവരാണ് ഡാനിയും സംഘവും. ഡാനി നടത്തിയ DJ പാർട്ടിയിലേക്കാണ് ഓം പ്രകാശും സുഹൃത്തായ നിതിനും എത്തിയത്. DJക്കിടെ ഇരു സംഘങ്ങൾ തമ്മിൽ കയ്യാങ്കളിയും ഏറ്റുമുട്ടൽ നടന്നു. പോലീസ് എത്തിയപ്പോഴേക്കും ഓം പ്രകാശും സുഹൃത്ത് നിതിനും രക്ഷപ്പെട്ടിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയതിന് തുമ്പ പോലീസ് നിതിനെയും ഓം പ്രകാശിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടകൾ സജീവ താവളം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന സ്പെഷ്യൽ ബ്രാൻഡ് റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു ഏറ്റുമുട്ടൽ. സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. പക്ഷേ ആരും പരാതി നൽകാൻ ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. പോലീസ് ശക്തമായി ഇടപെട്ടതോടെയാണ് ഹോട്ടൽ മാനേജർ പരാതി നൽകാൻ തയ്യാറായത്. എല്ലാവർക്കുമെതിരെ സംഘടിച്ച് സംഘർഷമുണ്ടാക്കിയതിന് പോലീസ് കേസെടുത്തു. ഫോർട്ട് പോലീസ് ദൃശ്യങ്ങളുള്ളവർക്ക് നോട്ടീസ് അയച്ചു. നഗരത്തിലെ DJ പാർട്ടികളും ബാറിലെ നിശാ പാർട്ടികളും ഒക്കെ മറയാക്കിയാണ് ഗുണ്ടാ സംഘങ്ങളിലെ പ്രധാന ആസൂത്രണങ്ങൾ നടക്കുന്നുവെന്നതാണ് പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സാജനും ഡാനിയും സുഹൃത്തുക്കളായ 10 പേരും സ്റ്റേഷനിൽ ഹാജരായി. ഇവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഡാനിയെ കഴിഞ്ഞ ദിവസം കമ്മീഷണർ ഓഫീസിൽ നേരിട്ട് വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. സംഭവത്തെ തുടർന്ന് തുടർ ആക്രമണങ്ങളും ഗുണ്ടാ ചേരിപ്പോരും ഉണ്ടാവാനുള്ള സാധ്യതയും കണക്കിലെടുത്ത് നഗരത്തിലെങ്ങും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് രാത്രികാല ചെക്കിങ്ങും ശക്തമാക്കുമെന്ന് അറിയുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.